പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് കൊട്ടാരക്കരയിലോട്ടാണ്. വണ്ടിയിലിരിക്കുകയാണ്, പോവാണ്. ഇന്ന് കൊട്ടാരക്കര നമുക്കൊരു എൻഗേജ്മെന്റ് ഉണ്ട്. ഗോവയിൽ താമസിക്കുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ മോളുടെ എൻഗേജ്മെന്റ് ആണ് കൊട്ടാരക്കര. അവര് താമസിക്കുന്ന കൊട്ടാരക്കരയാണ്. അപ്പൊ അവിടെ വെച്ചൊരു എൻഗേജ്മെന്റ് ഉണ്ട്. അപ്പൊ അതിന് പോവാണ്. ലേറ്റായി ഒത്തിരി കേട്ടോ. ഭയങ്കര മഴയായിരുന്നു രാവിലെ ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന്. ഇപ്പോഴും മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പോവാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറ്റുന്ന വിധം കാണിക്കാം, വീഡിയോ പിടിക്കാം. പിന്നെ എല്ലാവരും റെഡിയായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. ഇപ്പോൾ 1 മണിക്കൂർ, 1.5 മണിക്കൂർ എങ്ങാണ്ട് വേണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 1.5 മണിക്കൂർ വേണമെന്ന് തോന്നുന്നു. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഇനി 10 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളു ഇനി എത്താനായിട്ട്. നല്ല മഴയും കൂടെ ആയതുകൊണ്ട് ഞാൻ ട്രാഫിക്കും ഒക്കെ ആയിരുന്നു. പതുക്കെയാണ് പോയത് ഇതുവരെ വണ്ടി. ഇങ്ങനെ എന്താ പറയുന്നത്, ഇനി അവിടെ ചെന്നിട്ട് അടുത്ത കാര്യം. നമ്മുടെ ഗോവയിലുള്ള കുറേ ആൾക്കാർ കാണും അവിടെ. അപ്പോൾ വെക്കേഷൻ ആയിട്ട് മിക്കവാറും എല്ലാവരും നാട്ടിലുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കാണും അവിടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് എല്ലാവരെയും കാണാം. നമസ്കാരം. സാറിപ്പോയി വന്നോ? അതുമല്ല ചേട്ടൻ നരതലി നിന്നെ കാണാനെന്തൊരു ചിന്താണ്ടി, നരതലി നിന്നെ കാണാനെന്തൊരു ചിന്താണ്ടി. നമ്മുടെ ചെയ്ത സംഗീത നല്ല താഴ്ചയുണ്ട്. 35 ഉണ്ട്. ഞങ്ങളിവിടെ ചക്ക ഇടാൻ മതി കേട്ടോ. ചക്ക ഇവിടെ ഒത്തിരി ചക്ക. ഇവിടെ വന്നപ്പോൾ ചക്കയുടെ ബഹളം. അപ്പൊ ചക്ക ഇടാൻ വേണ്ടി എല്ലാവരും ചക്ക ഇടാൻ വേണ്ടി വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുവാണ്. ഇപ്പൊ സത്യം പറയുന്നത് ഗോവയാണോ കേരളമാണോ? ഇതൊരു കൊച്ചു ഗോവയെ മാറി. കാരണം പകുതി ഗോവ ഇങ്ങ് വന്നു. നമ്മുടെ ഫ്രണ്ടിന്റെ മോളെ നിശ്ചയമല്ലായിരുന്നു, അതുകൊണ്ട് എല്ലാരും ഗോവക്കാരും മൊത്തത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സംശയമായി ഗോവയാണോ കേരളമാണോ ഒന്ന്. ഗോവയിലെ ഫുൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ചക്ക ഇടാൻ വന്നു. ഞങ്ങൾ ചക്കത്തോട്ടത്തിൽ വന്നാ തിരിച്ചു പോകുന്ന വഴിക്ക് ചക്കയും കൊണ്ട് പോയാലേ പറ്റുമെന്ന് പറഞ്ഞു. ഇത് നമ്മളിപ്പോ ഗോവയിലുള്ള സുനിലിന്റെ വീട്ടിലാണ്. ചക്ക ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പരിപാടിയെ കാണുമ്പോൾ ആക്രാന്തമുണ്ട്. കാരണം ഞങ്ങൾ നാട്ടിലില്ലാത്തതുകൊണ്ട്. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ രാധിക കുട്ടിയുടെ വീട്ടിലാണ്. രാധിക അറിയാലോ എല്ലാവർക്കും, നമ്മുടെ ഡാൻസ് നടന്ന കൂട്ടിലാണ്.
അപ്പൊ രാധികക്കുട്ടിയുടെ വീട്ടിലാണ്. നമ്മൾ അവിടെ പോയി സുനിലേട്ടന്റെ വീട്ടിൽ ചെന്ന് ചക്കയൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടെ ദേ ഇവിടെ വന്നു. എല്ലാവരും അടുത്തടുത്ത് താമസിക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ കയറി ഇറങ്ങി നമ്മളിങ്ങനെ വൈകിട്ടേ വീട്ടിലെത്തത്തോള് അങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല. എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഗോവക്കാർ മൊത്തം കേരളത്തിലുണ്ട്. സന്തോഷം. എല്ലാവരും ഇവിടെ ഉണ്ട്. ഗോവക്കാർ മൊത്തത്തിൽ കേരളത്തിലുണ്ട്. ഗോവയാണോ കേരളമാണോ ഇപ്പൊ കൺഫ്യൂഷൻ ആയിരിക്കും. അവിടുന്ന് എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. എല്ലാവരും പുറത്തുണ്ട്. അമ്മയെ കാണിച്ചിടാം. ഇതാണ് നമ്മുടെ താരം. നമ്മുടെ താരം എന്താ പറയുന്നത്? സുഖല്ലേ? അല്ല ഒരു കസേര ഇവിടുന്ന് വേണമല്ലേ അവര് തിരിഞ്ഞ് പോട്ടണം. അവര് പോട്ടണം. അറിയത്തില്ലയോ? ആ അത് ശരി. എന്നാ വിഷ്ണു